അപ്പോൾ ഫ്ലൈറ്റ് ഷഹാനയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ 6 മണി ടൈമായപ്പോൾ നമ്മൾ ഗേറ്റൊക്കെ തുറന്നേക്കാൻ പോയതാട്ടോ. എൻ്റെ ഹസ്ബൻഡ് വരുന്ന ദിവസമാണ് ഗൾഫിൽ നിന്ന്. അപ്പോൾ 6 മാസത്തിന് ശേഷമാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ ഉമ്മയും മോനും കൂടെ ഇങ്ങനെ കൊലായിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ അവർ ഫുഡൊക്കെ കഴിക്കുകയാണ്. ചിക്കനും പത്തിരിയും പൊറാട്ടയൊക്കെ ഉണ്ടാക്കിക്കണേ. അപ്പോൾ ഞാൻ അവിടെ ഫ്രണ്ട് ഉണ്ട്, അതാണ് അങ്ങോട്ട് പോയിട്ട് വീഡിയോ എടുക്കാമെന്ന് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് വാപ്പാൻ്റെയും മോൻ്റെയും സ്നേഹപ്രകടനങ്ങളൊക്കെ എടുത്ത് കുറച്ച് കാലം 6 മാസം കഴിഞ്ഞ് കാണരുത്. പക്ഷെ അവൻ മറന്നിട്ടില്ല, ഇപ്പോൾ വീഡിയോ കോളിംഗ് ഒക്കെ ഉണ്ടായതുകൊണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഇന്നത്തെ എപ്പിസോഡാണ് നമ്മളെ പെട്ടി തുറക്കൽ മാമാങ്കം. അപ്പോൾ ഇതാ 3 പെട്ടി ഉണ്ട്, പാർസൽ വന്നതാട്ടോ. അതിൽ പകുതി സാധനം ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കുള്ള കേട്ടോ. അവർ രണ്ടാളും കൂടെ പാർസൽ അയച്ചതാണ്. ഈ പെട്ടി തുറക്കൽ എല്ലാവർക്കും ഒരു സന്തോഷമുള്ള കാര്യമല്ലേ. എൻ്റെ ഇപ്പം നാട്ടിലുള്ള ആളായതുകൊണ്ട് എനിക്കിത് കിട്ടാത്ത ഒരു സംഗതി കേട്ടോ എനിക്ക് ഈ പെട്ടി തുറക്കൽ. അത് മാഷാ അല്ലാ എൻ്റെ ഹസ്ബൻഡ് കാരനാണ് എനിക്ക് ഈ പെട്ടി തുറക്കൽ ഈ സന്തോഷങ്ങളൊക്കെ എനിക്ക് കാണാൻ പറ്റിയിരിക്കുന്നത് കേട്ടോ. അതിപ്പോൾ നമ്മൾ ഇവിടെ അതിനെല്ലാവരും കൂടെയാണ് തുറക്കൽ, അതിലൊരു സന്തോഷമുണ്ട്. അതുപോലെ എനിക്കൊരു സാധനം കൊണ്ടുവരാണെങ്കിൽ മറച്ച് വെച്ച് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നും ഇവിടെ ഇല്ല കേട്ടോ. അതാ കണ്ടില്ല എനിക്ക് ഹാൻഡ് ബാഗ് കൊടുത്തിരിക്കണേ. അപ്പോൾ അതൊന്നും പ്രശ്നമില്ലാത്തൊരു ഫാമിലി കേട്ടോ മാഷാ അല്ലാ. അല്ല എന്നും ഇതേപോലെ നിലനിന്ന് തരട്ടെ. അപ്പോൾ ഇപ്പോൾ ഓരോ സാധനങ്ങളായിട്ട് ഇങ്ങനെ എടുക്കുക കേട്ടോ. പലതുണ്ട്. സാധാ യൂഷ്വലായിട്ട് നമ്മൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ചിലതൊക്കെ ഫ്രണ്ടിനുള്ള സാധനങ്ങളുമാണ്. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ആയിട്ടാണ് വെച്ചിരിക്കണത്. പിന്നെ ചായപ്പൊടി, പാൽപ്പൊടി, ഇതൊക്കെയാണല്ലോ നമ്മൾ സാധാരണ നമ്മളെ മലപ്പുറം ജില്ലയിൽ ഗൾഫുകാർ കൊണ്ടുവരുന്ന സാധനങ്ങൾ. അതൊക്കെ തന്നെ. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. അതന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ പൊതിയൊക്കെ ഇപ്പോൾ ആരോ കൊടുത്ത് അയച്ച സാധനം കേട്ടോ. അത് വേറെ അങ്ങോട്ട് വെച്ച്. പിന്നെ നമ്മുടെ സാധാ പോലെ തന്നെ ടൈഗർ ബാം, കൊടാലിത്തൈലം, ഇതൊക്കെ എല്ലാവരും കൊണ്ടുവരുന്ന സാധനങ്ങളാണല്ലോ. ഇത് എനിക്ക് തോന്നുന്നു ഇത് ഈത്തപ്പഴമാണ്. ഈത്തപ്പഴം ഇങ്ങനെ കെട്ടി വെച്ച് കൊടുക്കുന്നതാണ്. കുറേ ആൾക്കാർക്കുള്ള ഈത്തപ്പഴം ഉണ്ട്. ഓരോ എൻ്റെ വീട്ടിലേക്ക് വേറെ നാത്തൂനുണ്ടാവും, ഉമ്മാക്കുണ്ടാവും, അങ്ങനെ കേട്ടോ. അത് നമ്മളെ ചായപ്പൊടി 5 കിലോൻ്റെ ചായപ്പൊടി അവിടെ കൊണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും കൂടെ നമുക്ക് എടുക്കുകയും ചെയ്യാം. എൻ്റെ വീട്ടിലേക്ക് എടുക്കുക, എനിക്ക് എടുക്കുക, അവിടെ മേലെ ഉമ്മാക്ക് എടുക്കുക, അങ്ങനെയാട്ടോ ഇവിടെ കൊണ്ടല്. 5 കിലോത്തിൻ്റെ ആണ് നമുക്ക് വാങ്ങുമ്പോൾ നമുക്ക് അതാണ് കേട്ടോ നല്ലതും ലാഭമായിട്ട് വാങ്ങാൻ പറ്റുന്ന അതാട്ടോ. പിന്നെ അത് പാൽപ്പൊടി, പിന്നെ അപ്പോൾ ഇതും പാൽപ്പൊടി ഒരു 3-4 പാക്ക് ഉണ്ട് കേട്ടോ. ഇത് മോൻക്കൊരു സൈക്കിളാണ്, ഫിറ്റ് ചെയ്തിട്ട് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഇത് അപ്പോൾ അത് ഹസ്ബൻഡിനുള്ള സ്പ്രേ കുപ്പി കേട്ടോ, ഇവിടെ വന്നിട്ട് അടിക്കാനുള്ളതാണ്. പിന്നെ ഇത് എനിക്ക് വാങ്ങിയൊരു പാത്രത്തിൻ്റെ സെറ്റാണ്, നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൻ്റെ സെറ്റാണ്. അങ്ങനെ ആ പെട്ടി തുറന്ന് 2ാമത്തെ പെട്ടിക്ക് നമ്മൾ കടന്നിട്ടാം. അപ്പോൾ മക്കൾ ഇവന് ഓർമ്മയിൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് പെട്ടി തുറക്കുന്നത്. അതാണ് ഇവന് ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. എന്തൊക്കെയാണ് ഇപ്പോൾ ഇത് റബ്ബേ, ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്തൊക്കെ സാധനങ്ങളാണ് ഇവരെടുക്കുന്നത്. ഇവന് 2 ദിവസമായി ഇത് വന്നിട്ട്. അപ്പോഴൊന്നും നമുക്ക് ശ്രദ്ധിച്ചിട്ടില്ല, ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈത്തപ്പഴത്തിൻ്റെ പെട്ടിയൊക്കെ പൊട്ടിപ്പോയിക്കണ്. അത് ഫ്രണ്ടിൻ്റെ ഉള്ളതുണ്ട്, നമ്മളതുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മിക്സിയാണ് കേട്ടോ. അത് എൻ്റെ അമ്മക്കുള്ളതാണ് മിക്സി ഇവിടെ കിട്ടാത്ത സാധനമൊന്നുമില്ല, പക്ഷേ അവിടെ നല്ല ഓഫറിന് കിട്ടിയപ്പോൾ വാങ്ങിയതാട്ടോ. പിന്നെ നട്ട്സ്, നമ്മൾ കാര്യപ്പെട്ട ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനമാണല്ലോ നട്ട്സൊക്കെ. പിന്നെ ഓരോരോ കവറിലാക്കി വെച്ചതാട്ടോ. അപ്പോൾ 2 കൂടെ ആയതുകൊണ്ട് നമ്മൾ മാറിപ്പോണ്ടെന്നൊക്കെ വിചാരിച്ചപ്പോൾ ഇവൻ്റെ മുഖത്തിനൊരു തെളിവില്ല. പിന്നെ വിചാരിച്ച സാധനങ്ങളൊന്നും ഇങ്ങോട്ട് കിട്ടിയിട്ടില്ല. അതായത് മിഠായിയാണ് അവന് ആകെ ഇഷ്ടമുള്ള സാധനം. ഞാനാണെങ്കിൽ തീരെ കഴിക്കാത്ത സാധനമാണ് മിഠായിട്ട്. അത് ക്യാഷ് നമ്മൾ പണ്ട് കുത്തി പൊട്ടിച്ച് തിന്നൂലേ അണ്ടിപ്പരിപ്പ്, നമ്മൾ ചുട്ടിട്ട് അതന്നെ സാധനം. അപ്പോൾ ഇവിടെ വണ്ടി ഉരുട്ടലൊക്കെ തുടങ്ങിയാണ്. ഇത് മോനക്കുള്ളതാണ്. ഈ അരിഞ്ഞ ഈത്തപ്പഴം ഞാൻ അവന് കൊടുക്കലുണ്ട്. പിന്നെ അവന് ആ സൈക്കിളൊന്നും ഫിറ്റ് ചെയ്യാത്തതുകൊണ്ട് അതിൻ്റെ അടുത്ത് ഇങ്ങനെ പോയി നിൽക്കുകയാണ്. അപ്പോൾ ഓരോരോ സാധനങ്ങൾ ഓരോരുത്തർക്ക് കൊടുക്കുന്നത്. എനിക്കുള്ളതാണ് കൂൾ വാട്ടറിൻ്റെ സ്പ്രേ ആണ് കേട്ടോ. എനിക്ക് ആ സ്പ്രേ മതി എന്ന് പറഞ്ഞിട്ടാണ് അതെന്നെ കൊടുത്തിരിക്കുന്നത്. അത് നല്ല മണമാണ് കൂൾ വാട്ടർ. ഇവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ എപ്പോഴും അത് വാങ്ങിയെന്ന് പണ്ടു. അപ്പോൾ അതിൻ്റെ സ്മെല്ല് തീരെ പോവില്ല നമ്മളെ ഡ്രസ്സിൽ നിന്ന്. നമ്മൾ അലക്കിയാലും കൂടെ പോകാത്ത സ്മെല്ലാണ്. അപ്പോൾ 3ാമത്തെ പെട്ടി തുറന്ന് 3ാമത്തെ പെട്ടിയിൽ നമ്മളെ ഇതാണ് കാപ്പിപ്പൊടി ഉണ്ട്. പിന്നെന്താ അപ്പോൾ അത് അങ്ങനെ ഓരോരോ സാധനങ്ങൾ അതിൽ നിന്ന് ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയാണ് ഇപ്പോൾ അത്? ഫെറോ റോച്ചറിൻ്റെ മുട്ടായി. ഇതിൽ കാര്യമായിട്ട് മുട്ടായി. പിന്നെ നമ്മളിത് ഒക്കെ പെട്ടിയൊക്കെ പൊതിയെ നമ്മൾ ബെഡ്ഷീറ്റ് ആയതുകൊണ്ട് നമുക്ക് ഓരോരോ ബെഡ്ഷീറ്റും കിട്ടും കേട്ടോ. ഈ പെട്ടി തുറക്കാനുള്ള ഒരേ ഒരു ഗുണമാണ് ബെഡ്ഷീറ്റ്. ഞാൻ പറയുന്നത് ഇഷ്ടമുള്ള സാധനമാണ് ബെഡ്ഷീറ്റ്. പിന്നെ ജന്നാത്തുൽ ഫിർദൗസ്,
പിന്നെ ഇതിൽ കാര്യമായിട്ട് അടിയിൽ മിഠായി ഉണ്ട്, പിന്നെ ബ്രഷ് ഉണ്ട്, പേസ്റ്റ് ഉണ്ട്. പേസ്റ്റ് 2 പെട്ടി ഉണ്ട് തോന്നുന്നു. പിന്നെ അതിൽ കുറച്ച് വാച്ചും സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ ഓരോരോ വാച്ച് ഉണ്ട്. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ എൻ്റെ മോനക്കൊന്ന് സമാധാനമായിരിക്കണം, അവനൊന്നുമില്ല എന്നുള്ളൊരു ടെൻഷനിൽ നിൽക്കുകയാണ്. പിന്നെ നമ്മൾ കുട്ടികൾക്കൊക്കെ ഒപ്പിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ മറന്നു പോകും. അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് എനിക്കുള്ളതാണ്. നമ്മളെ ജാസിൻ്റെ അടുത്ത്, സമാന്തൻ്റെ അടുത്ത്, എൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ. നമ്മളെ 3 ലക്ഷത്തിൻ്റെ വാച്ചാട്ടോ, പാമ്പ് വാച്ച്. അതൊന്നും നിങ്ങൾക്ക് പ്രത്യേകം കാണിച്ചു തരണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അടുത്ത് വെച്ചതാണ്. അപ്പോൾ പെട്ടി പൊട്ടിക്കലൊക്കെ കഴിഞ്ഞ് ആകെ കച്ചറിയായി. അവന് ലാസ്റ്റ് ഇവനക്കൊരു കുനാഫ ചോക്ലേറ്റ് കിട്ടിയിരിക്കണം. അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഇടണം മാമിയെന്ന് പറഞ്ഞാണ് നിൽക്കുകയാണ്. അപ്പോൾ സൈക്കിളൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുന്ന് അത് ഓടിക്കലൊക്കെ തുടങ്ങിയിരിക്കണേ. എന്നാൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ. ഓക്കെ.